അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പം ഇന്ന് പനി തൊണ്ടവേദന ഒന്നും റെഡി ആയിട്ടില്ല, ചെറുതായിട്ട് ഇപ്പോഴും ഇങ്ങനെ ഉണ്ട് കേട്ടോ. എല്ലാ പനിപ്പോൾ വിട്ടിട്ടുണ്ട്, പക്ഷേ തൊണ്ടവേദന കഫക്കെട്ട് അങ്ങനെ പെട്ടെന്ന് മാറില്ലല്ലോ, അത് ഇങ്ങനെ കുറച്ചൊരു സമയം എടുക്കുമല്ലോ. അപ്പോൾ പനീനെ അങ്ങനെ വിറച്ച് പനിക്കുക അങ്ങനെയൊന്നും വന്നിട്ടില്ല, ചെറുതായിട്ട് ചെറിയൊരു മേലുകൈ വേദന, ചെറിയ ചൂട് നമുക്ക് മാത്രമേ തോന്നുള്ളൂ, വേറെയുള്ളവർക്ക് തൊട്ടാൽ പോലും അറിയണില്ല കേട്ടോ. അതുകൊണ്ടപ്പോൾ കുടുങ്ങിയത്. പിന്നെ എൻ്റെ കിട്ടിയോ തൊട്ട് നോക്കിയിട്ടാൽ പനിയൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയും, പക്ഷേ നമുക്ക് ഉള്ളിലേക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ട്. ഡോക്ടറൊക്കെ കാണിച്ചു, ഇപ്പോൾ സുഖമുണ്ട് കേട്ടോ. പനി വിട്ടിട്ടുണ്ട്, ചെറിയൊരു തൊണ്ടവേദന. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിഞ്ഞാലല്ലേ പോവുള്ളൂ. അപ്പോൾ രാവിലെ നീച്ചപ്പോൾ ഭയങ്കര എന്താ പറയുക, തലക്കൊരു സുഖമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇപ്പം അല്ലെങ്കിൽ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ഇതൊക്കെ ആയിട്ട് 2 ദിവസമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അരിയൊക്കെ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എഴുന്നേൽക്കാൻ ലേറ്റ് ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചായയും ബ്രെഡൊക്കെ കഴിച്ചിരിക്കുന്നുണ്ട്. ഞാൻ നീച്ച് വന്നപ്പോൾ പിന്നെ ഞാൻ വേഗം ദോശയൊക്കെ ചുട്ട് കൊടുത്ത് മൂപ്പർക്ക് ഇന്ന് സ്കൂളൊക്കെ തുറക്കാനായില്ലേ. അപ്പോൾ ഡ്രൈവിങ് എൻ്റെ വണ്ടീൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് മലപ്പുറത്ത് ഉമ്മഞ്ചേരിയൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മൂപ്പര് പോകാൻ വേണ്ടി നിന്നത്. അപ്പോൾ ഞാൻ വേഗം അപ്പൊക്കെ ചുട്ടെടുത്തു, അങ്ങനെ കഴിപ്പിച്ചിട്ടാണ് പറഞ്ഞയച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് വയ്യ കേട്ടോ, തീരെ വയ്യ. തലക്ക് ഒരു തലവേദനയും ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാനൊരു ചായ കുടിച്ചതിൻ്റെ വീഡിയോ ചെറുതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടിക്കുമ്പോൾ എന്നാലും എൻ്റെ മുഖം മൂടി കാണിക്കാൻ എനിക്ക് പറയാം, കാരണം അത്രയും ക്ഷീണവും തലവേദനയ്ക്കൊന്നും. എന്നാലും ഞാൻ ബദാമും അങ്ങനെ നട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചായ കുടിച്ച് കുടിയൊക്കെ കുടിച്ച് ഇപ്പോൾ തലക്കൊന്ന് റെഡി ഇങ്ങനെ വന്നപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ അത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറേ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ അടിച്ചു വാരുക, തുടക്കുക, പിന്നെ മഴ ആയതുകൊണ്ട് ഒക്കെ കൂടെ എന്തൊക്കെ വൃത്തികേടായി കിടക്കണ ഒരു പോലെ കേട്ടോ. മുറ്റത്തൊക്കെയാണ് ഇറങ്ങിയിട്ട് 2-3 ദിവസമായി. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. മഴ ആകുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ. ഇപ്പം അതൊരു ദിവസം അങ്ങനെ ഇറങ്ങേണ്ടി വരും. ഇന്നിപ്പോൾ വീടൊക്കെ ഒന്ന് തട്ടി നമ്മൾ 2 ദിവസം പെരയില്ലാത്തതുകൊണ്ട് കുറേ പിന്നെ അലമ്പായിട്ട് കിടക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെച്ച് തട്ടിക്കുട്ടി ബെഡ്ഷീറ്റൊക്കെ മാറ്റി അലക്കി ഇട്ടു, ഒക്കെ സെറ്റാക്കി. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട്. ഈ നേരമായപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ വേഗം തീർത്തിട്ട് വീഡിയോ എടുക്കാമെന്ന് ചിലപ്പോൾ പണിയൊക്കെ അവിടെ സ്ലോ ആവുമെന്ന് എഴുതിയിട്ട് ഞാൻ വേഗം അങ്ങോട്ട് തീർത്തു. അതിൻ്റെ ഇടയിൽ ചോറ് അങ്ങോട്ട് വെച്ചു, ചോറ് അടുപ്പത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്, ചിക്കൻ ഫ്രിഡ്ജിലുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. പിന്നെ കാര്യമായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഫുഡ് മാത്രമേ എടുക്കണുള്ളൂ. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ കിട്ടിയ ഒരു സ്ഥലം ഒന്ന് പൊന്തിയ നേരം എൻ്റെ പണികളൊക്കെ തീർത്തിട്ടുണ്ട്. ഒന്ന് സമാധാനമുണ്ട്. വീട് ഞാൻ അലങ്കോലമായി കിടക്കുമ്പോൾ നമുക്ക് പനി പിടിച്ച് കിടക്കാൻ പോലും ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ട് കേട്ടോ. എന്തായാലും എന്തെങ്കിലും ഫുഡ് കഴിക്കട്ടെ. ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ ചായയും ബദാമൊക്കെ കഴിച്ചതാണ്. പണികളൊക്കെ തീർക്കുക, അതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അരി വെള്ളത്തിലിട്ട് തലേ ദിവസം പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രാവിലെ അരച്ചിട്ട് ഇതുപോലെ ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ ഒരു തലവേദനയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മന്ദപ്പിൽ അങ്ങനെ ഇരുന്ന് ചൂടായിരുന്നു കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് പഠിച്ചോണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലല്ലോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി എന്താണ് കഥ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വന്ന് ലാസ്റ്റ് അപ്പം ചുട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അതങ്ങോട്ട് വീഡിയോ എടുത്തിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഇപ്പോൾ ഞാൻ ചായ കുടിച്ചപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എനിക്ക് രാവിലെ എനിക്ക് അങ്ങനെ ഫുഡിനോട് വലിയ ആവശ്യമേ തോന്നാറില്ല, എനിക്കങ്ങനെ ഫുഡ് കഴിക്കണം എന്ന് തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും പതിപോലെ നമ്മൾ നട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഈ അത്തിപ്പഴവും ബദാമും പിന്നെ വാൾനട്ടും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈത്തപ്പഴം എടുത്തിട്ടില്ല. അപ്പോൾ അത് കഴിച്ച് പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നു. അപ്പോൾ ഒന്ന് പനിയൊക്കെ ഒന്ന് വിട്ടപ്പോൾ ഞാൻ വന്നിട്ട് വീടാകെ ഇങ്ങോട്ട് ക്ലീൻ ചെയ്ത്. എനിക്ക് പുറത്ത് നല്ല മഴ പെയ്യുക. ഈ മഴ പെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ വൃത്തിയേടായി കിടക്കണ പോലെ തോന്നൂലേ. ഞാൻ ഇന്ന് തുത്തുനോട് അത് പറഞ്ഞപ്പോൾ ഓളും പറഞ്ഞു എനിക്കും അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണോ എനിക്കറിയില്ല, എന്തായാലും എന്തൊക്കെയോ വൃത്തിയേടായി കിടക്കണ പോലെ തോന്നി. അപ്പോൾ ഞാൻ ആകെ മൊത്തത്തിൽ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഇതും നല്ല ഉറക്കട്ടോ. മദ്രസൊക്കെ വിട്ട് വന്നിട്ട് ഇവിടെ ഞാൻ അലക്കിയത് ഇപ്പോൾ കുറച്ച് ഇന്നലെ മിനിയാന്നിട്ട് ഇട്ടതാണ്, ശരിക്കും ഉണങ്ങാത്തതുകൊണ്ട് ഒന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് കരുതി ജസ്റ്റ് അവിടെ നിവർത്തി ഇട്ടതാണ് കേട്ടോ. അതിപ്പോൾ എടുക്കുമെന്ന് ഉണങ്ങിയിട്ടുണ്ട്, പക്ഷെ മടക്കി വെക്കുമ്പോൾ നമുക്കൊരു വേറൊരു മണമാണല്ലേ ശരിക്കും ഉണങ്ങാത്ത തുണി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാറ്റ് ഏതായാലും ഇതും ഇവിടെ ഫാനിട്ട് നല്ല ഫാനൊക്കെ കറക്കി ഉറങ്ങണം. അപ്പോൾ ആ കാറ്റത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് സോഫയിൽ അങ്ങനെ നിവർത്തി ഇട്ടതാട്ടോ. എൻ്റെ കെട്ടിയവനാണ് ഇവിടെ എല്ലാം ഉണ്ടെങ്കിൽ സമ്മതിക്കൂല, അങ്ങനെ ഹാളിൽ
അങ്ങനെ തുണി നിവർത്തിയിടാൻ സമ്മതിക്കില്ല കേട്ടോ, ആരെങ്കിലും വന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ അതിന് ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആരും വരില്ലല്ലോ. ഞാൻ കരുതി നിവർത്തിയിട്ടതാണ്. ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് കറങ്ങി ഒന്ന് കാറ്റുകൊണ്ടാൽ തന്നെ എടുത്ത് വെക്കാം. അപ്പം മണം വേണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പം ഞാൻ എന്നിട്ട് പിന്നെ കിച്ചണിക്ക് പോന്നിട്ടോ. മൂപ്പര് ഇന്ന് സ്കൂളൊക്കെ തുറക്കല്ലേ, സ്കൂളൊക്കെ തുറക്കുമ്പോൾ വണ്ടീൻ്റെ ഒക്കെ ഓരോ കാര്യം, സ്കൂൾ ബസ്സിൻ്റെ ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ്. അവിടെ വണ്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് എന്താ പറയുക സ്റ്റാർട്ടാക്കി ചൂടാക്കി വെക്കാനൊക്കെ ഉള്ള തത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എല്ലാ പണികളും കാരണം ഒക്കെ മൊത്തത്തിലോ തട്ടിക്കൊട്ടി എടുത്തിട്ടുണ്ട്. ആളോ കാര്യങ്ങളൊക്കെ ജനവാതിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു, അങ്ങനെയൊക്കെ ഒന്ന് ചെറിയൊരു ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്ത് വന്ന് അടിച്ച് വാരി തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോൾ തന്നെ സമയം 12:30 ആയിട്ടുണ്ട്. പിന്നെ വേഗം ചെറുപ്പം അതിൻ്റെ ഇടയ്ക്ക് ആ തുടക്കുന്നു പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചോറവിടെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അതവിടെ വെന്ത് ഊറ്റി വെച്ചിട്ട്, അത് പിന്നെ നമുക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലല്ലോ, അതവിടെ തളിച്ച് വെന്തോളല്ലോ എന്ന് കരുതി അതിനിടയിൽ ചോറവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തോ വേഗം കുറച്ച് ബീഫ് ഫ്രിഡ്ജിലുണ്ടായിരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചത്, അത് എനിക്ക് നന്നാക്കി അങ്ങനെ ഒന്നും കൂടി ജസ്റ്റ് വെളിച്ചെണ്ണയൊക്കെ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇന്നലെ ഉണ്ടാക്കിയ കാബേജും ക്യാരറ്റ് ഇട്ടുള്ള തോരനില്ല, അതിൻ്റെ ബാക്കിയും ഞാൻ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് ചൂടാക്കിയിട്ട് അപ്പോൾ എനിക്കുള്ളത് അവിടെ ആയല്ലോ. പിന്നെ ഞാൻ ചോറിലേക്ക് അവർക്ക് ജസ്റ്റ് ചിക്കനാണ് പൊരിച്ചെടുക്കുന്നത്. പിന്നെ ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കിയത് നല്ല കഷ്ണം നോക്കിയിട്ട് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചു. എന്താ പറയുക മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചിക്കൻ അവർക്ക് പൊരിച്ചു കൊടുക്കാമെന്ന് കരുതി, ഞാൻ ബീഫും കഴിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം പിന്നെ കറി ഇന്ന് തക്കാളി ഇട്ടിട്ടുള്ള താളിപ്പാണ് ഉണ്ടാക്കുന്നത്. ഇന്നൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഉപ്പേരിയൊക്കെ ഒന്നുമില്ല, മൂപ്പര് രാവിലെ അങ്ങോട്ട് ഇറങ്ങിപ്പോയതാണ്. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വരാനും ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അടുത്തുനിന്ന് എന്തെങ്കിലും കൊണ്ടുവരിക്കാമെന്ന് കരുതിയാൽ ഇതും മുന്നേ ഇനിയിപ്പോൾ മഴയത്ത് പറഞ്ഞേക്കണ്ടല്ലോ എന്ന് കരുതി പിന്നെ ഞാൻ പച്ചക്കറി ഒന്നും വേണ്ടെന്ന് കരുതി കുറച്ച് ഉപ്പേരി ഉള്ളത് ഞാനും അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അവർ പിന്നെ ചോറൊക്കെ കഴിക്കണല്ലേ, അവർക്ക് അങ്ങനെ ഉപ്പേരി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ പപ്പടമൊക്കെ പൊരിച്ചു, പിന്നെ അച്ചാറൊക്കെ അതൊക്കെ വെച്ചിട്ട് അവരങ്ങോട്ട് സെറ്റാക്കി. ഞാൻ പിന്നെ ഇതൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്തു വെച്ചു കേട്ടോ. അപ്പം തക്കാളി താളിക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി തൊലിക്കുന്ന പരിപാടിയാണ് കാണുന്നത്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് ആദ്യം ഒന്ന് വറുത്ത് അതിലേക്ക് തക്കാളി ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് മതിയല്ലോ, ഒരു നേരം മതി. രാത്രി പിന്നെ എന്തെങ്കിലും മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ എൻ്റെ കെട്ടിയവനും കഴിക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ഫുഡ് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഡയറ്റൊക്കെ ചെയ്ത് ഫുഡ് ഇങ്ങനെ കൺട്രോൾ ചെയ്യണ കണ്ടിട്ട് പിന്നെ വെയിറ്റ് ഇപ്പോൾ ഇങ്ങനെ കുറയണോ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അരി ഭക്ഷണം അങ്ങനെ കഴിക്കുന്നത് നല്ലതല്ലാന്നും ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ ആയതുകൊണ്ട് തന്നെ മൂപ്പരും അരിഭക്ഷണമൊക്കെ മൊത്തത്തിൽ കുറക്കുന്നുണ്ട്. വെയിറ്റ് കൂടുതലൊന്നുള്ള ആളല്ല, എന്നാലും ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ അരിഭക്ഷണമൊക്കെ കുറക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലതല്ലോ. അപ്പം ഞാനും അങ്ങനെ ഒന്നും പറയില്ല കേട്ടോ. ഇപ്പോൾ ഒരു രാവിലെ ഉച്ചക്കും എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ രാത്രി മുട്ടയോ എന്താ പറയുക അവല് കഴിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും, അല്ലെ പഴം പുഴുങ്ങ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ രാത്രിക്കത്തെ പരിപാടി. അപ്പം ഉച്ചക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളി താളിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ചിക്കൻ അവിടെ വേവുന്നുണ്ട്. അങ്ങനെയുള്ള ഓരോ പരിപാടികളിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറ്റ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ആ സ്റ്റെക്ക് നമ്മൾ 95-ന്ന് സ്റ്റെക്ക് മാറിയതിന് ശേഷം പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ദിവസം കുറച്ചെങ്കിലും ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ഫാമിലി ഗ്രൂപ്പുണ്ട്. അതിൽ ഞങ്ങളെല്ലാവരും എന്നും വെയിറ്റിങ്ങിന് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എന്നും എല്ലാവരും വെയിറ്റ് ഇടണം, എന്ന് കുറഞ്ഞാലും കൂടിയാലും വെയിറ്റ് ഇടണം എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്നും വെയിറ്റ് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 93, ഇന്നലെ നമ്മൾ 92.6 ആയിരുന്നു, ഇന്ന് നമുക്ക് 92.3 ആയിട്ടുണ്ട്. 300 കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കരുതി ഇനിയിപ്പോൾ 50, ഇന്നിപ്പോൾ 49ാമത്തെ ദിവസമാണ്, നാളെ 50ആയി. അപ്പോൾ 50 ദിവസമായിട്ട് എത്ര വെയിറ്റ് കുറഞ്ഞു 50. അപ്പോൾ അത് 50 ദിവസം കൊണ്ട് നമ്മൾ എത്ര വെയിറ്റ് കുറഞ്ഞു എന്ന് നമുക്ക് 51ാമത്തെ ദിവസമേ അറിയുള്ളൂ അല്ലേ. അപ്പോൾ 51ാമത്തെ ദിവസത്തെ വീഡിയോയിൽ നമുക്ക് ഇടാം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നമ്മുടെ മുന്നിൽ 50 ദിവസം കൂടിയുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ട്, 85 ആക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഇപ്പോൾ എനിക്ക് ഉണ്ട് കേട്ടോ. ഇനി 85 എൻ്റെ ഒരു ഇത് ഞാൻ ആക്കണമെന്ന് വിചാരിച്ച് നിൽക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് 80 ആക്കാം അല്ലേ. അപ്പോൾ ഏതായാലും എൻ്റെ ഐഡിയൽ വെയിറ്റ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 65
65 ആയിരിക്കും. പക്ഷെ അതുവരെയൊന്നും ഞാൻ എത്തലുണ്ടാവില്ല. നല്ലൊരു 80 എന്നുള്ള 80 ടു 85 ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ നിൽക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഞാൻ ആ 80 ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് വലിയ പ്രശ്നമല്ല എനിക്ക്. പറ്റ മെലിഞ്ഞ് ഒട്ടണം അങ്ങനെയൊന്നും എനിക്കില്ല കേട്ടോ. കുറച്ചൊരു 80-85 ആ ഒരു ലെവലിൽ ഇങ്ങനെ നിന്നാൽ മതി എന്നൊക്കെയാണ്. ഏതായാലും നോക്കട്ടെ, നമ്മളിപ്പോൾ 90ൻ്റെ അടുത്തെത്താനായല്ലോ, അപ്പോൾ അവിടെ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ എനിക്കുണ്ട് ഇപ്പോൾ. അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ റെഡിയായി. ഇനി എനിക്ക് നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. രാവിലെ നമ്മളാണെങ്കിൽ അധികം ഒന്നും കഴിച്ചിട്ടില്ല. ഈ നട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഈ കണ്ട പണികളൊക്കെ ഞാൻ ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ എനിക്കെന്താ വെച്ചാൽ നമ്മളെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ പിന്നെ ഇടയിൽ എന്തെങ്കിലും കഴിക്കണം അങ്ങനെയൊന്നും ഇല്ല. പിന്നെ പണി എന്തെങ്കിലും ഒരുങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ജോലിൻ്റെ തിരക്ക് തന്നെയായിരിക്കും കേട്ടോ. ഇന്ന് അങ്ങോട്ട് ഇറങ്ങി പനിയൊന്നും മാറാതെ പിന്നെ ജോലി എടുക്കുന്നത് കണ്ടാൽ എൻ്റെ കെട്ടിയോ ചീത്തറി. മൂപ്പര് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ പണികൾക്കൊക്കെ തുടങ്ങിയത് കേട്ടോ. ഒക്കെ ജനാല. പക്ഷേ എനിക്ക് നല്ല സമാധാനമുണ്ട് മനസ്സിന്. എന്തൊക്കെയോ ഒരു വൃത്തിയായി വീടൊക്കെ ഒന്ന് ക്ലീനായി എന്നുള്ള ഒരു സമാധാനം ഉണ്ട് കേട്ടോ. മൊത്തത്തിലൊന്ന് തട്ടിക്കൂട്ടി ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരില്ല. പെരുന്നാളൊക്കെ വരുമ്പോഴൊക്കെ ഒന്നും കൂടി ഒക്കെ ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കണം. അടുത്ത മാസം 6-ാം തീയതിയോ 7-ാം തീയതി ആണെന്ന് തോന്നുന്നു അല്ലേ. 6-ാം തീയതി എന്താ സൗദിയിലും ഇവിടെ 7-ാം തീയതി ആണെന്നൊക്കെ കേട്ടു ഞാൻ. എന്തായാലും അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തയ്ക്കാനും ഒക്കെ ഉണ്ട്. കറണ്ട് ഉണ്ടോ വരിക പോവുക എന്നുള്ളൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ കറണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ പോയി വിട്ടു നോക്കിയപ്പോഴൊന്നും കറണ്ട് ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ തക്കാളി അവിടെ ഉണ്ട് അടുപ്പത്ത്. അങ്ങനെ ചെറിയ തീയിൽ വേവട്ടെ എന്ന് കരുതി കേട്ടോ. അതൊന്ന് ജസ്റ്റ് നല്ലോണം ഇങ്ങോട്ട് വെന്തലിഞ്ഞാലാണ് എനിക്കിഷ്ടം. പിന്നെ നമുക്ക് കഞ്ഞിവെള്ളം പാർന്നുകൊണ്ട് സെറ്റാക്കാമെന്ന് കരുതി അവിടെ ചെറിയ തീയാക്കി വന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഒരു അപ്പം കൂടി എടുത്തു. എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ക്യാബേജ് തോരനും പിന്നെ ചിക്കൻ പൊരിച്ചപ്പോൾ അതിൽ നിന്നൊരു ലെഗ് പീസ് ഞാൻ ഇങ്ങോട്ട് എടുത്തു കേട്ടോ. ഞാൻ ചിക്കൻ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ പൊരിച്ച് ആ മണം വന്നപ്പോൾ ഞാൻ ചിക്കൻ ഒറ്റ പീസ് എടുത്തു. ബീഫും ക്യാബേജ് തോരനും തൈരും എടുത്തു കേട്ടോ. കട്ട തൈരാണ് ഇപ്പോൾ ഞങ്ങൾ വാങ്ങി വെക്കാറുള്ളത്. ഞാൻ മഞ്ചേരി പോയപ്പോൾ അവർ കഴിച്ചപ്പോൾ ഞാനും കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അല്ല കട്ടത്തൈര്. അപ്പോൾ അത് ഞാനെടുത്ത് അതിപ്പോൾ വാങ്ങി ഞാനിപ്പോൾ അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അതിലേക്ക് ഒരു അപ്പം നമ്മുടെ രാവിലെ ചുട്ട ദോശ എടുത്തു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ പിന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഗുളിക കുടിച്ച് അവിടെ കിടന്നു. പിന്നെ ഒരു 4 മണിയോട് കൂടി ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കയറി. ഇതുമൂൻ്റെ യൂണിഫോമൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അവളെ ക്ലോത്തൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ തയ്ച്ചെടുക്കേണ്ട. ഇനിയിപ്പോൾ അധിക ദിവസമല്ലല്ലോ, 3-4 ദിവസമല്ലേ ഉള്ളൂ. അതിന് മുമ്പ് അതൊക്കെ സ്റ്റിച്ച് ചെയ്യണം. ഇത് നീലുവിൻ്റെ ആണ് കേട്ടോ, അനുജുമിൻ്റെ കുട്ടീൻ്റെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട്, കൈ കുറച്ച് ലൂസാണെന്ന് പറഞ്ഞപ്പോൾ കൈയിൻ്റെ ഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് ഷേപ്പാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാമെന്ന് കരുതി. ഇപ്പോൾ കുറേ ദിവസമായി നമ്മുടെ മെഷീനൊക്കെ വന്നിട്ടും ഈ ഭാഗത്തേക്കൊക്കെ കയറിയിട്ടിട്ടോ. മെഷീനൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായി. നമ്മൾ ഇപ്പോൾ ഭൂമിയിലല്ലല്ലോ, എന്നും കറക്കന്നല്ലേ പണി. അവിടേക്ക് ഇവിടേക്ക് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ തെണ്ടുന്ന പണിയല്ലേ. അപ്പം ഇതൊക്കെ ഒന്ന് മെഷീൻ ഇങ്ങോട്ടൊക്കെ ഒന്ന് കയറി എല്ലാ ഭാഗമൊക്കെ ഒന്ന് നോക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ നോക്കി നമുക്ക് അതൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നോക്കി ഞാനില്ല ലേറ്റ് ഇട്ടപ്പോൾ കറണ്ട് ഇല്ല. പിന്നെ വേഗം പോയി ഞാൻ ഇതുപോലെ പാൻറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തു കേട്ടോ. എന്നാൽ കറണ്ട് വരുമ്പോൾ കട്ടിങ്ങൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് വേഗം അവളെ അളവൊക്കെ എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ പാൻറ്റ് മാത്രമാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്, അതിൻ്റെ ക്ലോത്ത് അവിടെ ഉണ്ട്. പാൻറ്റ് അതേ 2 ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്തു. ഇന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തും കഴിഞ്ഞു കേട്ടോ. എന്നാൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒറ്റ ദിവസം കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയാവുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യമൊക്കെ യൂണിഫോം ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ ഏറ്റെടുത്ത് വാങ്ങി തയ്ക്കാറുണ്ടായിരുന്നില്ല. കുറേ കുട്ടികളുടെ 10-50 കുട്ടികളുടെ അന്നൊക്കെ ഒരു ദിവസം തന്നെ ഞാൻ 8-10 യൂണിഫോമൊക്കെ തയ്ക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ 2 അതൊക്കെ നമുക്ക് തയ്ച്ചെടുക്കുക. കറണ്ട് ഉണ്ടായാൽ മതി. കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3 ഒരുമിച്ച് തയ്ക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല. എന്തായാലും അത് നാളെ ചെയ്യാമെന്നൊക്കെ ഉള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ ഫുഡ് കഴിച്ചത് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ മരിബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒപ്പനെയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഒരു മുട്ട പുഴുങ്ങിയതും പിന്നെ 2 ഈത്തപ്പഴമാണ് ഞാൻ ആ ഒരു മരിബ് സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അന്നേരം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കാണിക്കാൻ പറ്റിയ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.